എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ചെയ്യാതിരുന്നാൽ തന്നെ നമ്മുടെ വീടുകളിലെ 90% പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കിട്ടും. അപ്പോൾ ഞാൻ മുൻപത്തെ വീഡിയോ പറഞ്ഞതുപോലെ വാസ്തുശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി ഞാനിവിടെ ഛർദ്ദിക്കുന്നതല്ല. എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളത്, ഞാൻ മറ്റുള്ളവർക്ക് അനുഭവത്തിൽ വന്ന് കണ്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. അതിൽ പ്രധാനപ്പെട്ടൊരു 4 പോയിൻറ്റ്, ഞാനിവിടെ പറയുന്ന 4 പോയിൻറ്റ് നിങ്ങളെ വീടുകളിൽ ഉണ്ടോയെന്ന് നോക്കൂ. എന്നിട്ട് നിങ്ങളെ വീട്ടിൽ ഞാൻ പറയുന്ന പോലെ മാതിരിയുള്ള പ്രശ്നങ്ങളും ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഇതിലൊരു മാറ്റം വരുത്തിയാൽ തന്നെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് കാണാം. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കന്നികോൺ അഥവാ കന്നിമൂല. ഇതാണ് ഒന്നാമത്തെ പോയിൻറ്റ്. ഈ കന്നിമൂല എന്ന് വെച്ചാൽ ഈ തെക്ക് പടിഞ്ഞാറേ മൂല. ഈ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ സെപ്റ്റിക് ടാങ്കോ ബാത്റൂം ടോയ്ലറ്റ് അതുപോലെ മറ്റ് ഒരു ജലാശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തികെട്ട ഒന്നും തന്നെ ഈ കന്നിമൂലയിൽ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ പലരും പറയുന്ന ഒന്നാമത്തെ കാര്യം, ഈ വാസ്തുശാസ്ത്രം എഴുതുമ്പോൾ അന്ന് ഈ കന്നിമൂലയോ അവിടെ ടോയ്ലറ്റൊക്കെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. അത് തന്നെ ഒരു പൊട്ടത്തരാണ് ഇവരൊക്കെ പറയുന്നത്. പഴയതെന്ന് വെച്ചാൽ ഒരു 10-500 കൊല്ലം മുമ്പുള്ള തറവാടുകളിൽ ടോയ്ലറ്റ്, അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു പഴയ തറവാട്ടിൽ. പക്ഷേ അത് ഇന്നത്തെ പോലെ ബെഡ്റൂമിന് ഉള്ളിലൊരു ഡോറ് കണ്ടാൽ നമുക്കെല്ലാം അറിയാൻ പറ്റും അതൊരു അറ്റാച്ച്ഡ് ബാത്റൂം ആയിരിക്കുന്നത്. പക്ഷേ ആ തറവാട്ടിൽ ഞാൻ കണ്ടത് അങ്ങനെയല്ല. ബെഡ്റൂമിൽ നിന്ന് അതിൻ്റെ ഉള്ളിലോട്ടൊരു ഇടവഴി, ഒരു 1/2 മീറ്റർ മുന്നോട്ടേക്കൊരു ഇടവഴി, ആ ഇടവഴിയിൽ നിന്ന് പിന്നെയും ഒരു 2 മീറ്റർ ലെഫ്റ്റ് സൈഡിലോട്ട്, ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പിന്നെ ഒരു റൈറ്റ്, അങ്ങനെ വളഞ്ഞു പൊളഞ്ഞു പോയിട്ട് ലാസ്റ്റ് ഈ ടോയ്ലറ്റിലേക്ക് എത്തുന്നത്. ഇന്നത്തെ പോലത്തെ യൂറോപ്യൻ ക്ലോസറ്റൊന്നുമല്ല, ഒരു കുഴിയും 2 കാല് വെക്കാൻ വേണ്ടിയിട്ട് 2 മരത്തിൻ്റെ പീസുമാണ് ഉള്ളത്. കണ്ടാൽ ഏതെങ്കിലും നിലവറയിലേക്ക് പോകുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യും. അത്രക്കും ഒരു സീക്രട്ടായിട്ടുള്ളൊരു വഴിക്കൂട്ടമാണ് ടോയ്ലറ്റിലേക്ക് എത്തുക. ഇന്നത്തെ പോലെ ഓപ്പൺ ടോയ്ലറ്റ് അമ്മാതിരിയുള്ളതൊന്നുമല്ല. പിന്നെ ഇന്ത്യൻ നിർമ്മിതികളിൽ തന്നെ പഴയ കൊട്ടാരങ്ങളിലൊക്കെ ഈ അറ്റാച്ച്ഡ് ബാത്റൂം കാണാൻ കഴിയും. പക്ഷേ ഇവരാരും ഈ അറ്റാച്ച്ഡ് ബാത്റൂം ടോയ്ലറ്റൊക്കെ വെച്ചത് കോണുകളിലോ അല്ലെങ്കിൽ ഈ മധ്യസൂത്രം പോകുന്നിടത്തോ ഒന്നുമല്ല. ഈ വാസ്തുശാസ്ത്രപ്രകാരം ഇതൊക്കെ വെക്കാനുള്ളൊരു ഏരിയ ഉണ്ട്, അവിടെ മാത്രമാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യമുണ്ട്, ഇന്ന് എല്ലാവർക്കും ഒരു 1/4 സെൻറ്റോ അല്ല 1 സെൻറ്റോ ഭൂമി ഉണ്ടാവും. അതിലെവിടെ ഈ കന്നിമൂലയും മറ്റു മൂലയൊക്കെ ഒന്ന് ചോദിക്കുന്ന ടീമുണ്ട്. 1/4 സെൻറ്റായാലും 1 സെൻറ്റായാലും അത് അവനവൻ്റെ പേരിലുള്ള ഒരു ഭൂമിയാകും, അതിന് അതിരുണ്ടാകും, ആ പ്ലോട്ടിനൊരു ഷേപ്പ് ഉണ്ടാകും, ആ പ്ലോട്ടിന് ദിക്കുകളുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ സംഗതിയൊക്കെ, ഈ കോണുകളൊക്കെ 1/4 സെൻറ്റിലുണ്ടാവും, അല്ലെങ്കിൽ 1 ഏക്കറിലായാലും ഒരേപോലെ തന്നെയായിരിക്കും ഉണ്ടാവുക. അത് നിങ്ങളെ പേരിലുള്ള ഭൂമിയും അതിൻ്റെ ദിക്കുകളും അതിരുകളൊക്കെ നോക്കിയിട്ടായിരിക്കും അത് നിർണ്ണയിക്കുക. അല്ലാതെ 1/4 സെൻറ്റിലില്ല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അതൊരു പൊട്ടത്തരം തന്നെയാണ്. പിന്നെ ഇപ്പോഴും വാസ്തുശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ കേരളത്തിലെ പ്രശസ്തമായ കൊച്ചിയിൽ തന്നെയുള്ളൊരു ഫ്ലാറ്റ് സർപ്പക്കാവ് നികത്തിയിട്ട് ആണ് ആ ഫ്ലാറ്റ് എടുത്തത്. ഇപ്പോൾ അവിടെ ആർക്കും താമസിക്കാൻ പറ്റാത്തൊരവസ്ഥയും അവിടെയുള്ള 95% ആൾക്കാർ ഒഴിഞ്ഞു പോയെന്നാണ് കേട്ടത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ പലർക്കും നേരിട്ട് അറിയാവുന്ന കാര്യമായിരിക്കും. സർപ്പക്കാവ് നികത്തിയിട്ട് പിന്നെ അവിടെ ആർക്കും താമസിക്കാൻ പറ്റുന്നില്ല. താമസിച്ചവർക്കൊക്കെ 12 നിലയുള്ള ഫ്ലാറ്റ്, 12 നിലയുള്ള ആൾക്കാർക്കും ദുരിതമായിട്ട് എല്ലാവരും ഒഴിഞ്ഞു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇനി ഇതാണ് ഈ കന്നിമൂലയെക്കുറിച്ച് പറയാനുള്ളത്. കന്നിമൂലയിൽ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളെ വീടുകളിൽ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്നാൽ തന്നെ ഒരു വലിയൊരു വ്യത്യാസം കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനെക്കൊണ്ടുള്ള ദോഷഫലങ്ങൾ കണ്ടുവരുന്നത് വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരന്തം, ഒരിക്കൽ പോലൊരു സമാധാനം ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ രോഗങ്ങൾ കാരണം ഹോസ്പിറ്റൽ വാസം, പിന്നെ കടം, ഇതൊക്കെയാണ് ഈ കന്നിമൂലയിൽ ടോയ്ലറ്റ് വരുമ്പോഴുള്ള മെയിൻ അവസ്ഥകൾ. സമാധാനത്തോടെ ആ വീട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അത് നിങ്ങൾക്കോ അല്ല നിങ്ങളെ ചുറ്റുകളിൽ ഉള്ളവർക്കോ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക, അല്ല ഒന്ന് നിരീക്ഷിച്ച് നോക്ക്. ഇങ്ങനെയൊക്കെ കാണാൻ കഴിയും. ഞാൻ കണ്ട പല വീടുകളിലും മെയിൻ പ്രശ്നം ഈ കന്നിമൂലയിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം,
ഈ കന്നിമൂലയുടെ അത്ര ഭീകരമല്ലെങ്കിലും കുറച്ചെങ്കിലും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ജീവിത അവസാനം വരെ അത് വെച്ചിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. കോണുകളിലുള്ള ബാത്റൂമോ ടോയ്ലറ്റ് അല്ലെങ്കിൽ മറ്റ് ജലാശയങ്ങൾ. കോണുകൾ എന്ന് വെച്ചാൽ വാസ്തുശാസ്ത്രപ്രകാരം ഒരു ഉത്തമ വീടെന്നത് ഒന്നുകിൽ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ളതാണ്. പക്ഷേ ഇന്നത്തെ പല മോഡേൺ വീടുകളും അങ്ങനെയൊന്നല്ല. ഈ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള വീട്ടിൻ്റെ കോണുകളിൽ ഓരോ കോണിന് ഓരോ പേരുണ്ട്. അഗ്നികോൺ, വായുകോൺ, കന്നികോൺ, പിന്നെ നിര്യതികോൺ. ഈ കോണുകളിലൊന്നും തന്നെ ഈ പറഞ്ഞ ബാത്റൂം, ടോയ്ലറ്റ്, മറ്റ് ജലാശയങ്ങൾ ഒന്നും പാടില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം വീടുകളിൽ നോക്കിയാലും അവിടെ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇടയ്ക്കിടയ്ക്ക് സമാധാനക്കുറവ് ഇതൊക്കെ വരുന്നത് കാണാം. അതുകൊണ്ട് നിങ്ങളെ വീട്ടിലും കോണുകളും ബാത്റൂം ഉണ്ടെങ്കിൽ ഒന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അവിടുത്തെ ആ അവസ്ഥയെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇന്നത് ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം പറയട്ടെ. തെക്ക് പടിഞ്ഞാറേ മൂലക്ക് നമ്മളൊരു ടോയ്ലറ്റ് പണിതെന്ന് വെച്ചോ. അപ്പം തെക്ക് പടിഞ്ഞാറൻ കാറ്റ് അടിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ ഈ ടോയ്ലറ്റിലെ സ്മെല്ല് വീടിന് മൊത്തത്തിൽ നിറയുകയും രോഗാണുക്കൾ സ്പ്രെഡാവുകയും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്ന് ശാസ്ത്രീയമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കോണുകളിൽ, ഈ വായു കോണിൽ ഈ അടുപ്പ് വെക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. അതിവർ പറഞ്ഞ് പേടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അടുപ്പ് വെച്ചാൽ നമ്മൾ മുടിഞ്ഞു പോകുന്നൊക്കെ. പക്ഷേ സത്യാവസ്ഥ എന്ന് വെച്ചാൽ വായു കൊണ്ട് ഈ കാറ്റ് വരുമ്പോൾ ഈ അടുപ്പിൽ നിന്ന്, ഇന്നത്തെ പോലെ ഗ്യാസിലല്ല, പണ്ടൊക്കെ ഈ അടുപ്പിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ചെറിയ സ്പാർക്ക് മതി വീട് മൊത്തത്തിൽ കത്താൻ. അന്ന് ഈ ഓല വീടുകളോ ഓടിട്ട വീടുകളൊക്കെ കഴുക്കോലും കൂടുതലും മരം കൊണ്ടുള്ളതാണല്ലോ. അപ്പോൾ അത് പെട്ടെന്ന് തീ പിടിക്കും. ആ ഒരു കാരണം കൊണ്ടും പറയാറുണ്ട്. പക്ഷെ അങ്ങനെ തീ പിടിച്ചാൽ നമ്മളെന്താ പറയുക, ആ വീട് വാസ്തു പ്രകാരം ശരിയല്ല, അതിൻ്റെ ഒരു ദോഷമാണെന്ന് പറഞ്ഞു പരത്തും. അതും ശരിയാണ്. ഈ വാസ്തുപ്രകാരം അവിടെയൊന്നും ഈ അടുപ്പ് വെക്കാൻ പാടില്ല. ലോജിക്കൽ ചിന്തിക്കുമ്പോൾ അത് ഏറെക്കുറെ ശരിയായ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കോണുകളിൽ ഇതുമാതിരിയുള്ള ബാത്റൂം വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത മൂന്നാമത്തെ കാര്യം ഞാൻ കണ്ടത് ഒരു 4 വീടുകളിൽ വീട് പണിതുകൊണ്ടിരിക്കുമ്പോൾ ഗൃഹനാഥൻ മരിച്ചു പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ഞാൻ ആ വീടുകൾ നിരീക്ഷിച്ചപ്പോൾ കണ്ടത് ഈ മധ്യസൂത്രം പോകുന്ന ഇടത്ത് ബാത്റൂം വരുന്നുണ്ട്, ടോയ്ലറ്റ്. മാത്രമല്ല ഇത്തരം വീടുകളിൽ ഫ്രണ്ട് ഡോറിന് നേരെയാണ് ഈ ടോയ്ലറ്റ് വരികയും ചെയ്യുന്നത്. അത് വീട് പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ ഗൃഹനാഥൻ മരണപ്പെടുന്ന അവസ്ഥയും കണ്ടുവരുന്നുണ്ട്. പൊതുവേ നമ്മളെ കേരളത്തിൽ തന്നെ മധ്യസൂത്രത്തെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ധാരണയില്ല. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ എൻ്റെ മുൻ വീഡിയോ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. മധ്യസൂത്രം വാസ്തുവിൻ്റെ ആൾക്കാർ 2 തരത്തിൽ പറയുന്നുണ്ട്. ഒന്ന് മെയിൻ ഡോറിന് നേർക്ക് പാടില്ലെന്നും മെയിൻ ഡോറിന് നേർക്ക് ഒരു തടസ്സം പാടില്ല, അതാണ് മധ്യസൂത്രം എന്നും പറയുന്നുണ്ട്. അതുപോലെ വീടിൻ്റെ മൊത്തം വീതിയുടെ പകുതി അവിടെയാണ് മധ്യസൂത്രം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ട വീടുകളിൽ ഈ മെയിൻ ഡോറിന് നേർക്ക് ബാത്റൂം അല്ല ടോയ്ലറ്റ് വരുന്ന വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗൃഹനാഥൻ മരിച്ചു പോകുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിനി ആരെങ്കിലും വീട് വെക്കുകയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. ഒരിക്കലും മെയിൻ ഡോറിന് നേർക്കോ, ഇനി വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ വീടിൻ്റെ പകുതിയിലോ ഈ ടോയ്ലറ്റ് എടുക്കാതിരിക്കുക. ഞാൻ ഈ കാര്യം ഇത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം ഞങ്ങൾ വീട് എടുക്കുമ്പോൾ ഞാൻ തന്നെ വാസ്തുശാസ്ത്രം പഠിക്കുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ആർക്കെങ്കിലും പ്രാക്ടിക്കലായി നടന്നിട്ടുണ്ടോയെന്ന് ഞാൻ മാക്സിമം ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ കണ്ടതാണ് ഈ 4 വീടുകളിലെ അവസ്ഥ. അതുകൊണ്ടാണ്. അപ്പോൾ വിശ്വാസമുള്ളവർക്ക് ഇത് എടുക്കാം, അല്ലാത്തവർക്ക് സ്വന്തം അനുഭവത്തിൽ വരുമ്പോൾ അതങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് വിശ്വസിച്ചോളും. ഇനി 4ാമത്തെ കാര്യം, വീടിൻ്റെ കോണുകളിൽ ഒരിക്കലും കിണർ പാടില്ല. 4 കോണുള്ള വീടിന് ആ കോണിറ്റ് കോണിലേക്ക് കിണർ അധികം വീട്ടിലും കാണാം. ആ വീടിൻ്റെ കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് കിണർ വരുന്നത്. കിണറോ അല്ലെങ്കിൽ മറ്റ് മത്സ്യങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ജലാശയങ്ങളോ അങ്ങനത്തെ ഒന്നും തീരെ പാടില്ല. അതൊക്കെ നമുക്ക് എന്തെങ്കിലും സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വല്ല രീതിയിലും നശിച്ചു പോകുന്ന അവസ്ഥ. വീട്ടിൽ സമാധാനമില്ല, വീട് തന്നെ ഒരു തരം ഒരു ശ്മശാന മുഖത്തിലേക്ക് പോകുന്ന അവസ്ഥയായിരിക്കും. പൊതുവേ പറയാറുണ്ട് വീട്ടിൽ വാസ്തുശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ വീട് താമസിച്ച് 6 മാസത്തിന് ശേഷമാണ് ഇതൊക്കെ നമുക്ക് അനുഭവത്തിൽ വരിക എന്ന്. ചിലർക്ക് അതിന് മുമ്പിട്ടേ അനുഭവത്തിൽ വന്നു തുടങ്ങും. അതുകൊണ്ട് ഒരിക്കലും വീടിൻ്റെ ഒരു കോൺ ടു കോണിലേക്കൊന്നും കിണർ കുഴിക്കരുത്. ഇനി അഥവാ ആർക്കെങ്കിലും അങ്ങനെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കിണറും ഈ വീടും തമ്മിൽ ഒരു മതിലെങ്കിലും കെട്ടി വേർതിരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നാൽ തന്നെ ആ ഒരു അവസ്ഥ, അതിൻ്റെ ഭീകരത
ഒരു മുക്കാലോളം കുറഞ്ഞു പോകും. പിന്നെ ഈ കാലത്ത് നമ്മൾ ചിലരുടെയൊക്കെ വാക്ക് കേൾക്കാറുണ്ട്, ഞാൻ ഈ വാസ്തു നോക്കിയിട്ടൊന്നുമല്ല വീടെടുത്തത്, പക്ഷേ എനിക്കൊന്നും ഒരു കുഴപ്പമില്ല, ഞാനും എൻ്റെ കുടുംബം വളരെ ഹാപ്പിയായി പോകുന്നത്. അവരുടെ വാക്ക് തന്നെ മറ്റുള്ളവരും ഫോളോ ചെയ്യും. പ്രത്യേകിച്ച് ഇത് ഫേസ്ബുക്ക് പോലുള്ള പല ഗ്രൂപ്പുകളിലും കമൻറ്റ് കാണാറുണ്ട്. അത് വിശ്വസിച്ചിട്ട് അത് തന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ഓർക്കുക, ഏറ്റവും കൂടുതൽ ദുരിതം ഇവരെ വീട്ടിലായിരിക്കും. ഇവർ പെട്ടുപോയല്ലോ എന്നുള്ള അവസ്ഥ അത് തന്നെ അവർ മറ്റുള്ളവരെ മേൽക്കും എനിക്ക് സംഭവിച്ചത് മറ്റുള്ളവരും വന്ന് അനുഭവിക്കട്ടെ, കുറച്ച് നരകിക്കട്ടെ എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വർത്തമാനം പറയുന്നത്. അതെനിക്ക് അറിയുന്ന ഒരാൾ തന്നെ ഞങ്ങൾ വീട് പണി എടുക്കുമ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ വാസ്തു നോക്കിയിട്ടാണോ എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ വാസ്തു നോക്കിയിട്ടാണ് വീട് പണിയെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത്, എന്ത് വാസ്തു, ഞാൻ ഈ പറഞ്ഞ ഒരു കുന്തവും നോക്കിയിട്ടില്ല, പക്ഷേ ഞാനും കുടുംബവും വളരെ ഹാപ്പിയാണ്. അപ്പോൾ അയാളുടെ വർത്തമാനത്തിൽ തന്നെ ഒരു സംശയം തോന്നിയിട്ട് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഇയാളെപ്പോലെ ദുരിതം നാട്ടിൽ വേറെ ആർക്കും ഇല്ല. അത് മറ്റുള്ളവർക്ക് കൂടി വന്നോട്ടെ, ഈ വാസ്തുവൊന്നും നോക്കണ്ട. അയാൾ മാക്സിമം അടിച്ചേൽപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. വാസ്തു നോക്കണ്ട, ഇഷ്ടപ്പെട്ട പോലെ വീടെടുത്ത് ഒന്നും നോക്കണ്ട, കന്നിമൂലയൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് മാക്സിമം അവർ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാനോ, അയാൾ തന്നെ ഫേസ്ബുക്കിലൊക്കെ പോയിട്ട് കമൻ്റ് ഇട്ട് ആ കമൻറ്റിന് മറുപടിയായിട്ട് പലരും ഉള്ളത് തന്നെയാണോ, എന്നാൽ ഞങ്ങളങ്ങനെ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ധൈര്യമായിട്ട് എടുത്തോ, ഒരു കുഴപ്പമില്ല, അതിന് ഏറ്റവും ഉദാഹരണമാണ് എൻ്റെ വീടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് പറയുന്ന ഏതെങ്കിലും ടീമുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കേണ്ട. അയാൾക്ക് വന്ന ദുരിതങ്ങൾ മറ്റുള്ള കുടുംബത്തിന് വന്നിട്ട് അവരൊന്ന് നശിച്ചു പോട്ടെ എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ചില ആൾക്കാരെ കാണുന്നില്ല, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക, പുറമേ നമ്മളോട് വളരെ നല്ലതാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെങ്ങനെയെങ്കിലും നശിച്ച് പണ്ടാരടങ്ങട്ടെ എന്നുള്ള രീതിയിലായിരിക്കും. നമ്മളൊരു കാര്യം ചോദിച്ചാൽ ഒരു മര്യാദക്കുള്ളൊരു ഉത്തരം പറയില്ല. നമ്മളെക്കുറിച്ച് നമ്മളെ മനസ്സെങ്ങനെ മാക്സിമം കുത്തി ഇതാക്കാന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടെ നടക്കുന്ന ടീമുകളുണ്ടാവും. അത്തരത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അത്തരത്തിൽപ്പെട്ടവരെ മാക്സിമം ഒഴിവാക്കുക. പിന്നെ നിങ്ങൾ വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കാറ്റും വെളിച്ചവും മാക്സിമം വീട്ടിലേക്ക് കിട്ടത്തക്ക രീതിയിൽ വേണം വീട് പണിയാൻ. ഇപ്പോൾ എല്ലാവർക്കും കിഴക്കോട്ടും അല്ല പടിഞ്ഞാറും മുഖമായിട്ട് ദർശനമായിട്ട് വീട് പണിയാനൊന്നും പറ്റില്ല. കിഴക്കോട്ടൊക്കെ പണിതാൽ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ മറ്റ് ദിക്കുകളിൽ വളരുന്ന ചെടികളെക്കാളും കിഴക്ക് ദിക്കിൽ വളരുന്നത് പെട്ടെന്നുള്ള വളർച്ചയും അതൊക്കെ നന്നായിട്ട് പുഷ്ടിപ്പെടുന്നതും കാണാം. കാരണം ഈ കിഴക്ക് നിന്നുള്ള സൂര്യപ്രകാശം രാവിലെയുള്ള ഉദയത്തിൻ്റെ ആ ഒരു കിരണങ്ങൾ കൊണ്ട് ചെടികൾക്ക് ഭയങ്കര വളർച്ചയൊക്കെ ഉണ്ടാവും. അതേ ഒരു എനർജി വീടിനും കിട്ടും. വീടിനുള്ളിലേക്ക് ആ ഒരു പ്രകാശം വരുന്നതൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. മാക്സിമം വെളിച്ചവും കാറ്റൊക്കെ വരുമ്പോൾ നമ്മൾക്ക് തന്നെ വീടിനുള്ളിൽ കയറുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ആക്കും. നമ്മളെന്തെങ്കിലും അല്ലാത്ത ഇരുട് പിടിച്ച ഒരു ശ്മശാന മുഖത്തുള്ള വീട്ടിലേക്ക് നമ്മളെന്തെങ്കിലും ടെൻഷനും കൊണ്ട് കയറി വരുമ്പോൾ ആ ടെൻഷൻ അതിൻ്റെ 10 ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയുള്ളൂ. ആ വീടിനൊരവസ്ഥയോ ആ ഇരുട്ടോ ഇതൊക്കെ കാണുമ്പോൾ. എന്നാൽ കുറച്ച് വെളിച്ചോ കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ മനസ്സൊന്ന് ഫ്രഷാവും. മാക്സിമം ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ട് വീടെടുക്കാൻ നോക്കണം. നമ്മൾക്ക് തന്നെ മനസ്സിലാവില്ലേ ഏത് ഭാഗത്തു നിന്നാണ് കാറ്റ് വരുന്നത്, വെളിച്ചത്തിൻ്റെ ദിശ എല്ലാം മനസ്സിലായിട്ട് മാക്സിമം അതൊക്കെ നോക്കി വീട് പണിയാൻ ശ്രദ്ധിക്കുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വാസ്തു സംബന്ധിച്ചുള്ള പല വീഡിയോസും പലരുടെ അനുഭവത്തിലുള്ള വീഡിയോസൊക്കെ ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ മുൻ വീഡിയോസ് നോക്കുക. പുനത്തെ കുഞ്ഞബ്ദുള്ളയും പിന്നെ നമ്മുടെ പ്രസിദ്ധനായ കപ്പൽ ജോയൊക്കെ വൃത്താകൃതിയിൽ വീട് നിർമ്മിച്ചിട്ട് സ്വന്തം ജീവിതം നശിച്ചു പോയതിനെക്കുറിച്ചൊക്കെയുള്ള അങ്ങനെ പലരുടെ അനുഭവത്തിൽ നിന്നുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതുകൂടാതെ എൻ്റെ ചാനലിൽ എൻ്റെ ചെറിയൊരു കൃഷിയും കൊച്ചു കുട്ടികൾക്ക് എളുപ്പത്തിൽ ചിത്രം വരയ്ക്കാനുള്ള ടിപ്സും ഈ വാസ്തുശാസ്ത്രം തന്നെ പലരുടെ അനുഭവത്തിൽ നിന്നുള്ള വാസ്തുശാസ്ത്രത്തിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.